എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇന്നലെ പുറത്തിറക്കിയിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചിരുന്നു. അതിനെക്കുറിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പും സർക്കാരിന്റെ പിന്തുണയും നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. വളരെ സന്തോഷം തന്നെയാണ് ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുമ്പോൾ എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ആളുകളുടെ കാര്യം അങ്ങനെയല്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കാര്യം മുടങ്ങിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഓഫീസിൽ വിളിച്ചപ്പോൾ കിട്ടിയ പ്രതികരണം ആദ്യം നിങ്ങളൊന്ന് കേൾക്കുക. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വോയിസ് ഒന്ന് കേൾക്കുക. ഞാൻ തിരുവനന്തപുരം നമ്മൾ കാര്യം ചോദിക്കുമ്പോൾ പെൻഷൻ അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 2 വർഷത്തിനകത്ത് പെൻഷൻ അയക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ വഴിക്ക് ഫോൺ കട്ട് ചെയ്യലല്ലോ. നമുക്ക് രണ്ടാമതും ചോദിക്കാനുണ്ടല്ലോ. കാര്യം എത്ര മാസത്തെ ഉണ്ടെന്ന് നമുക്ക് 10-18 മാസത്തെ മുടക്കുണ്ടല്ലോ. നിങ്ങൾക്ക് മാത്രം സംസാരിച്ചാൽ മതിയോ? വേറെ ആരെല്ലാം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ആയിക്കോട്ടെ, നമ്മൾ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതിന് അനുസരിച്ച് നിങ്ങൾ തരേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടല്ലോ. പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പറ. എത്ര മാസത്തെ ഉണ്ട് ഈ മാസം? 1 മാസത്തെ പൈസ 1 മാസം. ബാക്കിയൊക്കെയോ? ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ബാക്കിയുള്ളത് എപ്പോഴാണ് കിട്ടുക? ഓരോ മാസത്തെയായിട്ട് അയച്ചു തരും. അങ്ങനെയല്ല ചോദിച്ചത്. ഈ മുടക്ക് 18 മാസത്തെ ഉണ്ട്, അത് എപ്പോ തിരിച്ച് തരുന്നാണ് ചോദിച്ചത്. അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ പറ്റത്തില്ല. അതെന്താ കാരണം എന്നാണ്? അതിന്റെ റീസൺ ആണ് ചോദിക്കുന്നത്. ഹെഡ് ഓഫീസിൽ നിന്ന് ഫണ്ട് വരുന്നതിനനുസരിച്ച് പൈസ അയച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ചോദിച്ചത് ഈ 18 മാസത്തെ മുടക്ക് നമ്മള് അതന്നെയാണ് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. പ്ലീസ്, 18 മാസത്തെ കുടിശ്ശികയൊക്കെ ഉണ്ട്. ഫണ്ട് വരുന്നതിനനുസരിച്ച് പൈസ അയച്ചു തരും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കട്ടെ ചേട്ടാ. നിങ്ങൾക്ക് ഈ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനാണ്? ഈ കഥയല്ല ഞാൻ ചോദിക്കുന്നത്. നമ്മൾ അംശാദായം അടച്ചിട്ടുള്ള പൈസ അല്ലേ, ആ പൈസയുടെ പെൻഷനല്ലേ ചോദിക്കുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിൽ നിന്നുള്ള ഒരു പ്രതികരണമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. വളരെ ധാർഷ്ട്യത്തോട് കൂടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതായത് 18 മാസത്തെ കുടിശ്ശികയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് ഉള്ള ആളുകൾക്കുള്ളത്. 2000 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോൾ ഇവർക്ക് 1600 തന്നെയാണ് ലഭിക്കുന്നത്. ഈ 1600 ഓരോ മാസവും 1600 തന്നെ ഓരോ മാസത്തേതായിട്ടാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസിന് പോലും 1 മാസത്തേതാണ് ലഭിച്ചത്. ഈ ഒരു സമയത്ത് മുഖ്യമന്ത്രി പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നൽകിയിട്ടുള്ള വാഗ്ദാനം ഓർത്തുപോവുകയാണ്. 1000 കോടിയോളം കടമെടുത്തുകൊണ്ട് 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലെ എല്ലാവർക്കും കൊടുത്തു തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. UDF സർക്കാർ ഭരിക്കുമ്പോൾ ക്ഷേമ ബോർഡിലെ തുക വലിയ ബാലൻസ് ഉണ്ടായിരുന്നത് മറ്റ് വകുപ്പുകളിലേക്ക് സർക്കാർ വകമാറ്റിയത് കൊണ്ടാണ് ബോർഡിന്റെ ഈ ഒരു അവസ്ഥ വന്നത്. പിന്നെ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥതയും ഈ ഒരു അവസ്ഥയിലേക്ക് ബോർഡിനെ എത്തിക്കാൻ കാരണമായിട്ടുണ്ട്. 60 വയസ്സ് കഴിയുമ്പോൾ വലിയ സഹായമാകും എന്ന് കരുതി അംശാദായം പണിയെടുക്കുന്ന കാലത്ത് വിയർപ്പിന്റെ അംശം അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷനാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലെ 60 വയസ്സാകുമ്പോൾ എല്ലാവർക്കും ലഭിക്കുന്നതല്ല. കൃത്യമായിട്ടുള്ള അംശാദായം എല്ലാ മാസവും അടച്ചു നേടിയെടുത്തിട്ടുള്ള പെൻഷനാണ് ഈ കണക്കിന് മുടങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നിട്ടാണ് ഇത്തരമൊരു സംസാരം എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്, പ്രതിഷേധാർഹവുമാണ്. പെൻഷൻ 18 മാസത്തേത് മുടങ്ങിക്കിടക്കുകയാണ്. അവർ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചൂടായും കൊണ്ടുള്ള സംസാരവും. ഇതാണ് സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ അവസ്ഥ ഇന്ന് എന്നുള്ളത് വളരെ ദയനീയം തന്നെയാണ്. 1600 മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത്. 2000 രൂപയാക്കി മറ്റ് പെൻഷനുകൾ വർദ്ധിപ്പിച്ചപ്പോഴും ഈ 18 മാസത്തെ കുടിശ്ശികയായത് മാത്രമല്ല, ഇപ്പോൾ വർദ്ധിപ്പിച്ച പെൻഷൻ ഇവർക്ക് വെറും 1600 തന്നെ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതും വളരെ സങ്കടകരം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 2000 രൂപ അത് വലിയ താമസം ഇല്ലാതെ തന്നെ അതായത് ഈ മാസം 31 മുമ്പ് എല്ലാവർക്കും എത്തിച്ചേരുന്ന രൂപത്തിലുള്ള വിതരണം ഉടൻ ആരംഭിക്കുന്നതാണ്. ഇതിന്റെ പ്രഖ്യാപനം നാളെയോ അല്ലെങ്കിൽ ഇന്നൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നില്ലെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏത് അറിയിപ്പുകളും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.